ഇത് രാഹുലാണ്. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഗോതിയിൽ നിന്നുകൊണ്ട് രാഹുൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ തയ്യാറാണെന്ന്. അമേഠിയിൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്ന്. നാഴികയ്ക്ക് 40 വട്ടം സ്മൃതി ഇറാനി രാഹുലിനെ പരിഹസിച്ച് കൈകൊട്ടിച്ചിരിക്കുന്നതിനിടയിലാണ് രാഹുൽ തന്റെ ഉറച്ച തീരുമാനത്തെ തന്റെ പാർട്ടിയെ അറിയിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഓരോന്നോരോന്ന് പുറത്തിറങ്ങുമ്പോഴും BJP അമേഠിയിലേക്ക് നോക്കും രാഹുലിന്റെ പേരുണ്ടോ എന്നറിയാൻ. എന്നാൽ അവിടെയൊന്നും രാഹുലിന്റെ പേര് കാണാത്തത് കൊണ്ട് തന്നെ സ്മൃതി ഇറാനിയും BJPയും എപ്പോഴും ഒരൊറ്റ വിഷയത്തെ ആയുധമാക്കിയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ അത്രയും ഇതുവരെ മുന്നോട്ട് നയിച്ചത്. വികസനത്തിന്റെ കുതിപ്പിനെ വണ്ണം കൂട്ടി എണ്ണിപ്പറയാൻ സ്മൃതി ഇറാനിക്ക് 2019 മുതൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ പറയാനുണ്ടായിരുന്നത് അമേഠിക്കാരെ നോക്കിയിരിക്കാനായി താൻ ഈ മണ്ഡലത്തിൽ ഒരു വീട് വെച്ചു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് സ്മൃതി ഇറാനിയുടെയും BJPയുടെയും വാ അടപ്പിച്ചുകൊണ്ട് രാഹുലിന്റെ പ്രഖ്യാപനം വരുന്നത്. ഞാൻ തയ്യാറാണ് അമേഠിയിൽ മത്സരിക്കാനെന്ന്. അതുമാത്രവുമല്ല, ഒരിക്കൽ സ്മൃതി ഇറാനിയെ 55,000 വോട്ടുകൾക്ക് വിജയിപ്പിച്ച് അധികാരത്തിലേറ്റിയ അമേഠിയിലെ ജനത തങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് തുറന്നു സമ്മതിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജകുമാരനെ അവരിപ്പോൾ തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുകയും അത് രാഹുലിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാഹുലിന്റെ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നാളിത്രയും കോൺഗ്രസും രാഹുലും അടക്കം നീക്കിയത് കൂട്ടിയും കിഴിച്ചുമാണ്. 2014 മുതൽ 10 വർഷം കൊണ്ട് മോദിയും BJPയും ഈ രാജ്യത്തെ മതവർഗീയതയുടെ വിഭാഗീയതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് തലതിരിഞ്ഞ ഒരു ഇന്ത്യയാക്കി മാറ്റുമ്പോൾ ഇനിയും ഒരു മതേതര രാജ്യത്ത് തിരികെ പിടിക്കുക എന്നത് ഏറെ പ്രയാസമാണെന്ന് രാഹുലിനും കോൺഗ്രസിനും നന്നായി അറിയാവുന്നത് കൊണ്ടാണ് അമേഠിയിലും റായ്ബറേലിയിലും ഒക്കെ സീറ്റ് കാര്യത്തിൽ കോൺഗ്രസ് ഇതുവരെ തീരുമാനങ്ങൾ അറിയിക്കാതിരുന്നത്. അവർക്ക് നന്നായി അറിയാം ഇത് തിരിച്ചു പിടിക്കലിന്റെ കാലമാണെന്ന്. അതുകൊണ്ട് കൂടിയാണ് അവർ പല മണ്ഡലങ്ങളിലും സീറ്റിന്റെ കാര്യത്തിൽ അധിക തർക്കങ്ങളിലേക്കും പിടിവാശിയിലേക്കും ഒന്നും നീങ്ങാതിരുന്നത്. വിട്ടുവീഴ്ചയിലേക്ക് നീങ്ങി. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റിലാണ് ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ബാക്കിയെല്ലാം ഇന്ത്യ മുന്നണിക്കായി അവർ വിട്ടു നൽകി. എന്തായാലും രാഹുലിനെ അമേഠിയ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിൽ സ്മൃതി ഇറാനി പകച്ചു പോയിരിക്കുകയാണ്. ഇനിയും താൻ എന്ത് പറയും അമേഠിക്കാരോട് എന്ന തരത്തിൽ എന്തായാലും പാർട്ടി തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് രാഹുൽ.